ഭൂമിയിലുള്ള എല്ലാ സോൾസും ട്വിൻ ഫ്ലെയിംസ് ആണോ? ഒരിക്കലും അല്ല. ഈ ഭൂമിയിലുള്ള എല്ലാ സോൾസും ട്വിൻ ഫ്ലെയിംസ് അല്ല കേട്ടോ. നമുക്കറിയാം, നമ്മളിലും നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളിലും സോൾസ് ഉണ്ടെന്നറിയാം. അതുപോലെ ഈ സോൾസ് ഈശ്വരനിൽ നിന്നുമാണ് ഉത്ഭവിച്ചിട്ടുള്ളതെന്നും അറിയാം അല്ലേ. ഈ സോൾസ് എല്ലാം ഒരേ സമയമല്ല ഈശ്വരനിൽ നിന്നും ജന്മം എടുത്തിട്ടുള്ളത്, പല പല സമയങ്ങളിലായിട്ടായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാ സോൾസിനും ഒരേ പ്രായം വരുമോ? അങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സോൾ ഇരിക്കുന്ന ശരീരത്തിൻ്റെ പ്രായമല്ല, സോളിൻ്റെ പ്രായമാണ്. ഓക്കെ, ഈ സോളിൻ്റെ പ്രായം കണക്കാക്കുന്നത് ആ സോൾ ഈ ഭൂമിയിൽ എത്ര പ്രാവശ്യം ജന്മങ്ങളെടുത്തു എന്നതിനെ വെച്ചിട്ടാണ്. ഒരു സോള് കുറച്ച് ജന്മങ്ങളെ എടുത്തിട്ടുള്ളെങ്കിൽ അത് യങ് സോളാണ്. കുറച്ചുകൂടി ജന്മങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കൗമാര സ്റ്റേജിലുള്ള ഒരു സോളായിരിക്കും. പിന്നെയും കുറച്ചും കൂടി ജന്മങ്ങൾ എടുത്തിട്ടുള്ളതാണെങ്കിൽ മധ്യപ്രായമുള്ള സോൾസ് ആയിരിക്കും. ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുള്ളതാണ് ഓൾഡ് സോൾസ്. ഇങ്ങനെ പല പല പ്രായത്തിലുള്ള സോൾസ് ആയിരിക്കും ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നത്. ഇതിൽ ഓൾഡ് സോൾസ് ഇല്ലേ, ഈ ഓൾഡ് സോൾസിന് മാത്രമാണ് ട്വിൻ ഫ്ലെയിംസ് ആയി മാറാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ട്വിൻ സോൾസ് ഈ ഭൂമിയിൽ റെയർ ആയിട്ട് കാണപ്പെടുന്നതെന്ന്? ഫൈനലി ഒന്നുകൂടി പറയട്ടെ, ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഭൂമിയിലുള്ള എല്ലാ സോൾസും ട്വിൻ ഫ്ലെയിംസ് അല്ല. പക്ഷേ ട്വിൻ ഫ്ലെയിംസ് അല്ലാത്ത ആ സോളുകൾ വീണ്ടും വീണ്ടും ജന്മങ്ങളെടുത്ത് ഓൾഡ് സോൾസ് ആയി മാറിയ ശേഷം വരും ജന്മങ്ങളിൽ അവരും ട്വിൻ ഫ്ലെയിംസ് ആയി മാറും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.